ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരടിപൊളി കേക്കാണ്. കുറഞ്ഞ ചിലവിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ മുട്ട യൂസ് ചെയ്തിട്ടാണല്ലോ കേക്ക് ഉണ്ടാക്കൽ. കേക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മുട്ടയ്ക്ക് പകരം തൈരും ചേർക്കാറുണ്ട്. പിന്നെ ബാറ്റർ നന്നായിട്ട് തിക്കായിട്ടൊക്കെ പോകുമ്പോൾ ലൂസാക്കാൻ വേണ്ടിയിട്ട് പാല് ചേർക്കാറുണ്ട്. പിന്നെ നമ്മൾ മുട്ടയും തൈരും പാലൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ പകരമായിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും വെള്ളം ചേർത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുമെന്ന്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്കിനി വെള്ളം ചേർത്തിട്ട് ഉണ്ടാക്കാം. ഇതിൻ്റെ റെസിപ്പി എനിക്ക് തന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള യൂസർ നെയിം മിലു എന്നാണ് കേട്ടോ. ആ ഒരു ഐഡിയയിൽ നിന്ന് എനിക്ക് സെൻഡ് ചെയ്ത് തന്ന റെസിപ്പിയാണ്. ഉണ്ടാക്കി നോക്കിയപ്പോൾ അത്ഭുതം തോന്നി. കാരണം വെള്ളം ചേർത്തിട്ട് നമുക്കിങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും പുതിയൊരു അറിവ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു ചോക്ലേറ്റ് കേക്കായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ഇതിലേക്കുള്ള കേക്ക് മോൾഡ് റെഡിയാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ബട്ടർ പേപ്പറൊക്കെ വിരിച്ചിട്ട് റെഡിയാക്കി വെക്കാം. എന്നാൽ നമുക്ക് ബാറ്റർ ഉണ്ടാക്കി ഉടനെ തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കും. ബാറ്റർ ഉണ്ടാക്കിയിട്ട് മോൾഡൊക്കെ റെഡിയാക്കുമ്പോഴേക്കും നമ്മുടെ കേക്ക് അത്ര ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ റെഡിയാക്കി വെക്കുകയാണ് നല്ലത്. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ മുട്ടയുടെ കൂടെ അല്ലെങ്കിൽ തൈരിൻ്റെ കൂടെയൊക്കെയാണ് പഞ്ചസാര പൊടിച്ചത് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ അതൊന്നും ഇതിലേക്ക് ചേർക്കാത്തതുകൊണ്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെയാണ് പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഒരു ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലെ കട്ടയൊക്കെ ഒന്ന് പോകാനും ഇതെല്ലാം നന്നായിട്ട് മിക്സായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് 1 തവണ മാത്രമേ അരിച്ചെടുക്കുന്നുള്ളൂ. കേക്ക് ഒന്നുകൂടെ സോഫ്റ്റ് ആവണമെങ്കിൽ 2-3 തവണയൊക്കെ അരിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് സാധാരണ വെള്ളമല്ല, ഇളം ചൂടുള്ള വെള്ളമാണ്. ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഈ കോഫി വാട്ടറിലേക്ക് നമുക്ക് നമ്മളിവിടെ അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചേർക്കരുത്, കുറേശ്ശെ തന്നെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിലും മിക്സ് ചെയ്യാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. നമുക്കിത് കട്ടയില്ലാതെ കിട്ടും. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/3 കപ്പ് ഓയിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതായത് 1 കപ്പിൻ്റെ 1/3 ഭാഗം. ഈ ഓയിൽ ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓയിൽ സെപ്പറേറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും ഇത് നമ്മൾ ചേർക്കുമ്പോൾ ഇതിൽ കിടക്കുക. പക്ഷെ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഓയിൽ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. ഈ വിനാഗിരി അതായത് നമ്മുടെ സുർക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ചില കേക്കിലൊക്കെ വിനാഗിരി ചേർത്ത് കൊടുക്കാറുണ്ട്. ഇത്രേ ഉള്ളൂ, നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ മോൾഡിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്കിതൊരു പ്രഷർ കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ പ്രഷർ കുക്കറിൽ ഞാനിപ്പോൾ പ്രീ ഹീറ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, നേരിട്ട് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുകയാണ്.
പ്രീ ഹീറ്റ് ചെയ്തിട്ട് നമ്മളിത് ഇറക്കി വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് പൊള്ളൂല. അപ്പോൾ അതിന് പകരമായിട്ട് ഒരു 5-10 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ആദ്യം വെച്ച് കൊടുത്തിട്ട് പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. ഞാൻ അങ്ങനെ തന്നെയാണ് എല്ലാ കേക്കും ചെയ്യൽ. ഇനി കുക്കറിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റും പിന്നെ 25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുമ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് കിട്ടും. ഇപ്പോൾ മൊത്തം 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നോക്കൂ, നമ്മുടെ കേക്ക് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഉൾഭാഗമൊക്കെ കുക്കായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കൂ, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഇത് മോൾഡിൽ നിന്ന് മാറ്റാം. ഇത്രേ ഉള്ളൂ, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. നിങ്ങൾക്കിനി കേക്ക് ഇതുപോലെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്കിതൊന്നുകൂടെ ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടൊക്കെ കഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ച് ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. കുട്ടികൾക്ക് ചോക്ലേറ്റ് എന്തായാലും ഇഷ്ടമാവും. ഞാൻ എൻ്റെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്യാം. നോക്കൂ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് വെള്ളം ചേർത്ത് ഉണ്ടാക്കിയ കേക്കാണെന്ന് ഒരിക്കലും പറയില്ല. നമ്മൾ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കേക്കിൻ്റെ അത്ര ഒരു സോഫ്റ്റ്നെസ് ഒന്നും ഉണ്ടാവില്ല. മിക്സിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധാരണ ഒരു കേക്കിൻ്റെ സോഫ്റ്റ്നെസ് ഉണ്ടാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.